ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്വർഗം വേണോ? താക്കോല് ഉണ്ടായേ പറ്റൂ. ആ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന താക്കോൽ, 7 താക്കോലുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആരെങ്കിലും നരകത്തിൽ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഇഷ്ടം സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. അതിന് ഈ താക്കോല് മസ്റ്റാണ്. 7 താക്കോലുകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വ്യവസ്ഥ പാലിച്ചാൽ ദൈവം വാഗ്ദാനം നിറവേറ്റും. വ്യവസ്ഥ പാലിക്കണം. കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് ഏകദൈവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തമായിരിക്കും. ദൈവം നമ്മുടെ സ്വന്തമായിരിക്കണമെങ്കിൽ ദൈവം നമുക്ക് ഏകദൈവമായിരിക്കണം. അതിനിടയ്ക്ക് മറ്റ് ദൈവങ്ങളുടെ പുറകെ പോയാലോ, മനുഷ്യരെ നമ്മൾ കുട്ടി ദൈവമാക്കിയാലോ ദൈവം ഈ വാഗ്ദാനം നിറവേറ്റാൻ ബാധ്യസ്ഥനല്ല. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഏകദൈവമാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തമായിരിക്കും. അത് ലേവ്യർ 26:12 വായിച്ചാൽ കാണാൻ പറ്റും. ജോഷുവ 1:5 മുതൽ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അധോഗതി വരത്തില്ല, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജോഷുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, മോശ എൻ്റെ കൽപ്പനകൾ പാലിച്ചതുപോലെ നീയും പാലിക്കുകയാണെങ്കിൽ നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കത്തില്ല. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യം, വ്യവസ്ഥ പാലിച്ചാൽ ദൈവം വാഗ്ദാനം നിറവേറ്റും എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കിനി ആ 7 താക്കോലുകളിലേക്ക് പോകാം. 1-ാമത്തെ താക്കോലാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമില്ലാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്നേഹം, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു വിശുദ്ധൻ, വിശുദ്ധ ആൻഡ്രേ ബെസറ്റ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, സ്വർഗത്തിലേക്കുള്ള വാതിലാണ് യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയം. ഈ വാതിലിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഈ വാതിൽ തുറക്കാൻ താക്കോൽ വേണം. താക്കോലായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞതാണ് സ്നേഹവും പ്രാർത്ഥനയും. സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിലേ ഈ വാതിൽ തുറക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിക്കുന്ന വഴി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ വഴിയെ സഞ്ചരിക്കണം. നരകത്തിലേക്കുള്ള വഴിയെ പോയിട്ട് സ്വർഗത്തിലെത്തിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വർഗത്തിലെത്തണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി മനസ്സിലാക്കി ആ വഴിയെ പോകണം. യോഹന്നാൻ 13:35 വായിച്ചാൽ, സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുക. 1 യോഹന്നാൻ 4:7-8 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിയാത്തവർക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്, അവർക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കാരണം ദൈവം സ്നേഹമാണ്. എഫേസസ് 3:17, 1 തെസ്സലോനിക്ക 4:10 ഇവിടെയെല്ലാം സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണം, സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം. 1 കൊരിന്തോസ് 14:1 സ്നേഹം നിങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റണം. 2 യോഹന്നാൻ 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഇതെല്ലാമാണ് സ്വർഗത്തിന് നമ്മെ യോഗ്യരാക്കുന്നത് അല്ലെങ്കിൽ അർഹരാക്കുന്നത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. 2-ാമത്തെ ഒരു താക്കോലാണ് പ്രാർത്ഥന. വിശുദ്ധ ആൻഡ്രേ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് സ്നേഹം വേണം, ഒപ്പം പ്രാർത്ഥനയും. സ്നേഹവും പ്രാർത്ഥനയുമാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുക. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പദവി എന്ന് പറയുന്നത് ദർശനക്കാരൻ എന്നുള്ളതല്ല, രോഗശാന്തി കൊടുക്കുന്നവൻ എന്നുള്ളതല്ല, എ പേഴ്സൺ ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ വ്യക്തി. അതാണ് നമുക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി. നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് കിട്ടും. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ജീവിതം വളഞ്ഞ ഇരുമ്പോടി പോലെയാണ്. ഈ വളഞ്ഞ ഇരുമ്പോടി നേരെയാക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ. ഇനി അതിന് ഞാൻ കണ്ടെത്തിയ ഒരു ചുറ്റികയുണ്ട്. ആ ചുറ്റികയാണ് പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തിയും. അതുകൊണ്ടാണ് എനിക്ക് ഈ വളഞ്ഞ ഇരുമ്പോടി നേരെയാക്കി സ്വർഗത്തിന് അർഹത നേടാൻ സാധിക്കുക. മർക്കോസ് 9:23 വായിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. അതുപോലെ യാക്കോബ് 5:15 വായിച്ചാലോ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ അത്ഭുതത്തിന് കാരണമാകും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 3-ാമത്തെ താക്കോലാണ് വിശുദ്ധി. ഹെബ്രായർ 12:14 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ ദർശിക്കത്തില്ല. സ്വർഗത്തിൽ വേറെ എന്താ കാണാനുള്ളത്? സ്വർഗത്തിൽ കാണാനുള്ളത് ദൈവമാണ്. ആ ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധി നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വെളിപാട് 22:14-15 വചനങ്ങൾ എടുത്താൽ, ആര് സ്വർഗത്തിനകത്ത് പോകും, ആര് സ്വർഗത്തിൻ്റെ പുറത്താകും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിട്ടുള്ളവർക്ക് സ്വർഗത്തിനകത്താകാൻ പറ്റും. ഇനി വേറെ ചിലരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. നായ്ക്കൾ, മന്ത്രവാദികൾ, വ്യഭിചാരികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ ഔട്ടാണ്, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല, അവർ സ്വർഗത്തിന് വെളിയിലായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. 4-ാമത്തെ കാര്യമാണ് അറിവ്. ദൈവത്തെ അറിയാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും? 1 യോഹന്നാൻ 4:8 നമ്മൾ കണ്ടു. ആ ദൈവത്തെ സ്നേഹിക്കാതെ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? വീണ്ടും
യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17:3 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ അറിവില്ലാതെ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാതെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ എടുത്താൽ ഈ അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അപ്രധാനമാകും. യേശുവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു എന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. 5-ാമത്തെ കാര്യമാണ് ബന്ധം. ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കഴിയണം. 1 യോഹന്നാൻ 5:11-12 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആ സാക്ഷ്യം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ആ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. എന്നിട്ട് പറയാണ്, പുത്രനെ സ്വന്തമാക്കിയവർക്ക് ജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് ജീവനില്ല. യേശുവിൻ്റെ സ്വന്തവും ബന്ധവുമായി മാറുന്നവർക്കാണ് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക. ആ ബന്ധം നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് ഈശോയുടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 2 തീമോത്തി 2-ാം അധ്യായം 11-12 വചനങ്ങൾ എടുത്താലോ, അവനോടുകൂടെ ജീവിക്കുന്നവർ അവനോടൊപ്പം സഹിക്കേണ്ടി വരും, പക്ഷേ അവനോടൊപ്പം സഹിച്ച് മരിക്കുന്നവർ അവനോടുകൂടെ വാഴും. അതാണ് സ്വർഗം. അതിന് ഈ ബന്ധം പുലർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. 6-ാമത്തെ കാര്യമാണ് വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. 2 കൊറിന്തോസ് 2-ാം അധ്യായം 10-11 വചനങ്ങൾ വായിച്ചാൽ പൗലോസ് പറയാണ്, ഈ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അതല്ലെങ്കിൽ സാത്താൻ അതെനിക്കെതിരെ ഒരു കെണിയാക്കി മാറ്റും. ഞാൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അതെനിക്കെതിരെ ഒരു കെണിയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് വ്യവസ്ഥകളില്ലാതെ എണ്ണം നോക്കാതെ ക്ഷമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അവസാനത്തെ കാര്യം 7-ാമത്തെ കാര്യമാണ് ആത്മരക്ഷ. എൻ്റെ കാര്യത്തിലും മറ്റ് ആത്മാക്കളുടെ രക്ഷയുടെ കാര്യത്തിലും ഞാൻ ശ്രദ്ധാലുവായിരിക്കണം. യാക്കോബ് 5-ാം അധ്യായം 19-20 വചനങ്ങൾ വായിക്കുമ്പോൾ, ഒരാത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നീ കാണുകയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുകയും ചെയ്താൽ നിന്റെ ആത്മാവിന് രക്ഷപ്പെടും. അതല്ലേ സ്വർഗത്തിന് നമ്മളെ അർഹരാക്കുക. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ഒരാത്മാവിനെ രക്ഷിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ കുത്തിയിരുന്ന് കല്ലും മണ്ണും തിന്നാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അംശം പോലും ചെയ്യാൻ തയ്യാറാകാതെ നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? 7 താക്കോലുകൾ എടുത്തുപയോഗിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുക. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതവും മരണാനന്തര ജീവിതവും നമുക്ക് അനുഗ്രഹപ്രദമാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.